നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെ ലളിതമായി തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമുഖമൊന്നും പറയാനില്ല. കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം കേട്ട് മനസ്സിലാക്കുക, കണ്ട് മനസ്സിലാക്കുക. ഇതുപോലുള്ള ജീവിതങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു മാറ്റത്തിന് ആവശ്യമാണ്. ഇത് ഉപകരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷം ആയി. എനിക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുക. എന്താ കാരണം വെച്ചാൽ വീടിനോട് ചേർന്ന് തന്നെ ഒരു കോഴിക്കട നടത്തുന്നുണ്ട്. ആ കോഴിക്കടയിൽ നല്ല കച്ചവടമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശശി എന്നാണ്. അദ്ദേഹത്തിന് 2 പെങ്ങന്മാരുണ്ടായിരുന്നു. 2 പെങ്ങന്മാരെ കല്യാണം കഴിച്ച് കൊടുത്തത് പോലും ഈ കോഴിക്കട നടത്തിയിട്ടാണ്. ഇദ്ദേഹം കോഴിനെ വിൽക്കുമ്പോൾ ആ കോഴീനെ ഡ്രസ്സ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന പൈസ, അതുപോലെ തന്നെ നല്ല സ്ഥലത്ത് നിന്ന് കോഴീനെ മേടിക്കുള്ളൂ. അപ്പോൾ അവിടുത്തെ കോഴിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കോഴിയൊന്നുമല്ല, കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല ഫാമുകളുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല കോഴി മേടിച്ചു. അങ്ങനെ നല്ലൊരു കച്ചവടത്തിൽ നല്ലൊരു ആൾക്കാർക്ക് നല്ലത് കൊടുക്കണം എന്നുള്ള വിചാരിച്ച് നിൽക്കുന്ന നല്ലൊരു മനുഷ്യനാണ് ഈ ശശി. അങ്ങനെ ശശിയായ കഥയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 പെങ്ങന്മാർ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും ഇനി നീ കല്യാണം കഴിക്കും. അപ്പോഴേക്കും ആൾക്കൊരു 30-35 വയസ്സായി. അങ്ങനെ കല്യാണം ആലോചിച്ചു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടീനെ കിട്ടി. ആ പെൺകുട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് സംഗതികൾ സംഭവങ്ങൾ നടക്കുന്നത്. ഈ പെൺകുട്ടികൾക്ക് ഒരുപാട് വരുന്ന പുരുഷൻ എല്ലാവരും മമ്മൂട്ടി, മോഹൻലാലോ, ദുൽഖറോ, സുരേഷ് ഗോപിയൊന്നും ആവില്ലല്ലോ. പലർക്കും പല ജോലികളായിരിക്കാം, പല സൗന്ദര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം, പലപ്പോൾ ഈ നമ്മുടെ റൊമാൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, പല കാര്യങ്ങളുണ്ടായിരിക്കാം. ഒരുപാട് അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ടെൻഷനൊക്കെ കാരണമായിരിക്കും അവരങ്ങനെയുള്ള ഇതുകൾ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണ് സ്വപ്നലോകത്താണ് ജീവിക്കുന്നത്. പൈങ്കിളി സീരിയലൊക്കെ കണ്ട് ആ സീരിയൽ ലോകത്തുള്ള നായകന്മാരെ ഭർത്താവായിട്ട് മനസ്സിൽ ചിന്തിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച് വന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറയണത്. അങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് കൊണ്ടുവന്നു ആദ്യ രാത്രിയിൽ ഇവൻ ശശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 33 വയസ്സായിട്ട് കല്യാണം കഴിച്ചാണ്. അപ്പോൾ അതോടെ ഒരുപാട് പ്രതീക്ഷകൾ ശശിക്ക് ഉണ്ട്. അങ്ങനെ ശശി ആദ്യ രാത്രിയിൽ മധുവിന് എന്നൊരു ഇതിനായിട്ട് ചെന്നപ്പോൾ ഭാര്യ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന വഴിക്ക് തന്നെ പറഞ്ഞു, അയ്യോ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കുന്നു. നോക്കുമ്പോൾ ഈ കോഴീനെ ഇത്രയും വർഷങ്ങളായിട്ട് കോഴീനെ കൊല്ലലും കോഴീനെ നുറുക്കലും അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ആൾ ജീവിക്കുന്നത്. അപ്പോൾ വീടിനോട് കുറച്ച് ചേർന്നിട്ടാണ് ഈ കോഴിക്കടയുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എത്ര കുളിച്ചാലും ചന്ദ്രിക സോപ്പല്ല, എന്ത് സോപ്പിട്ട് കുളിച്ചാലും ഇനിയിപ്പോൾ എന്ത് കീടനാശിനി എന്തിട്ട് കുളിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ശരീരത്തിലെ ആ മണം പോകുന്നില്ല. അത് ഈ സ്ത്രീക്ക് പിടിക്കുന്നില്ല. സ്ത്രീ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കോഴീനെ മണം അടിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കോഴീനെ തിന്നുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഭർത്താവിൻ്റെ ശരീരത്തിൽ കോഴീനെ മണം, അപ്പോൾ കോഴിക്കോടിൻ്റെ മണം, കോഴിയുടെ മണം, കോഴിക്കാട്ടത്തിൻ്റെ മണം, ഇത് കാരണം എനിക്ക് നിങ്ങളങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്ന് കുളിച്ചു വരാൻ പറഞ്ഞു. ഈ പാവത്തിനെ ആദ്യ രാത്രിയിൽ വീണ്ടും പോയി അദ്ദേഹം കുളിച്ചു വന്നിട്ട് പോലും ഈ മണം എടുക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, എന്തായാലും നിങ്ങൾ അവിടെ ഈ പായിട്ട് നിങ്ങൾ ഒരു തലോണിയും പായും കൊടുത്തു നിങ്ങൾ അവിടെ കിടക്കുക, ഞാൻ വെട്ടുമ്പോൾ കിടന്നോളാം. ഇന്ന് നമുക്ക് ഒരു പരിപാടിയും വേണ്ട, നാളെ നമുക്ക് തുടങ്ങാം, ഇന്നിപ്പോൾ എന്തായാലും ക്ഷീണമൊക്കെയെന്ന് പറഞ്ഞു. അപ്പോൾ അയാളും പറഞ്ഞു ശരി, സമ്മതിച്ചു. അങ്ങനെ നല്ലൊരു ആദ്യ രാത്രി അത് പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം എന്തായാലും ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം ഈ കോഴിക്കട നിർത്തിയിരിക്കുക. കല്യാണം പ്രമാണിച്ച് 4-5 ദിവസം കോഴിക്കട ഇല്ല. അങ്ങനെ നേരം വെളുത്ത് അത്യാവശ്യം വിരുന്നുകളൊക്കെ പോകാണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ തീർത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടിട്ട് സഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് സൂര്യനെ ഇയാൾ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ച് രാത്രിയാക്കി വേഗം ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ മണം തന്നെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ എനിക്ക് അടുത്ത് വരുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരിക, ഓക്കാനം വരിക. അപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ കോഴീനെ നുറുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തെങ്ങുമ്മ കയറുന്ന ആൾക്ക് തെങ്ങിൻ്റെ മണം ഉണ്ടായിരിക്കാം, മരപ്പണി ചെയ്യുന്നവർക്ക് മരപ്പത്തിൻ്റെ പണി ഉണ്ടായിരിക്കാം, അങ്ങനെ പല മണങ്ങളുണ്ടായിരിക്കാം. അപ്പം നമ്മളിതിൻ്റെ സ്വർണ്ണക്കടയിൽ ഇരിക്കുന്ന ആളല്ലല്ലോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന ആളല്ല, പല മണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പം നിന്നെ തന്നെ വേർത്ത് കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഒരു മണം ഉണ്ടാവില്ലേ എന്നൊക്കെ ഇയാൾ പറഞ്ഞു നോക്കി. അതൊന്നല്ല, വേർപ്പിൻ്റെ മണം മറ്റുള്ള മണമൊന്നുമല്ല. എനിക്ക് ഈ കോഴിയുടെ മണം പിടിക്കില്ല. എനിക്ക് ആ കോഴിയുടെ മണം വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളായിട്ട് കെട്ടിപ്പിടിക്കാനോ ഒരു ഉമ്മ വയ്ക്കാനോ നിങ്ങളായിട്ട് ഒരു ആദ്യ രാത്രി ശരീരം പങ്കിടാനോ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. എനിക്ക്
ഞാനൊരു പെണ്ണല്ലേ, എനിക്കൊരു വികാരമൊക്കെ വരണ്ടേ, ഒരു അവകാശമൊക്കെ എനിക്കും വരണ്ടേ. അങ്ങനെ എനിക്ക് നിങ്ങളെ തോന്നുന്നില്ല, ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ കുറ്റമാണോ അത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പിന്നെ അവർ കണ്ടെത്തിയ മാർഗ്ഗം എന്താ വെച്ചാൽ, ഇവള് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി കോഴിക്കോട് തുറന്നു പറഞ്ഞു, നിങ്ങൾ ഇനി കോഴീനെ നന്നാക്കണ്ട. അപ്പോൾ പറഞ്ഞു, നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് ഈ കോഴീനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. 15 രൂപ 20 രൂപ വെച്ച് കിട്ടും നമുക്ക്. അപ്പോൾ ഒരു 100 കോഴി വരെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നല്ലൊരു പൈസ കിട്ടും, കോഴിയുടെ കമ്മീഷൻ വേറെയും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ലാഭം. അത് അല്ല, നിങ്ങൾ ആരെങ്കിലും ഒരാളെ ജോലിക്ക് വെക്കി, കോഴി നുറുക്കാനും കൊല്ലാനായിട്ട് ഒരാൾ ജോലിക്ക് വെക്കി. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഈ കോഴിയുടെ മണം വരില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരാളെ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബംഗാളിനെ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-800 രൂപ അവന് കൊടുക്കണം. അപ്പോൾ ഈ കോഴീനെ നന്നാക്കി കിട്ടുന്ന കാശ് അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് കമ്മീഷൻ മാത്രമേ ഉള്ളൂ. അതിന് കോഴിയുടെ തീറ്റയും തേങ്ങയും മാങ്ങയൊക്കെ കൊടുത്തു നോക്കുമ്പോൾ കൊണ്ടുവരുന്ന തൂക്കാവില്ല, ചിലപ്പോൾ വിൽക്കണ നേരത്ത് കുറയും. അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവും, നമുക്ക് ചിലവുകൾ വരാൻ പോവല്ലേ. ഇതെന്തായാലും നിങ്ങൾ ഒരാളെ വെക്കുക, അല്ലാണ്ട് ഇവിടെ കാര്യം നടക്കില്ല. നമുക്ക് ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നു വല്ലതും പരിപാടി ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മണമൊക്കെ എനിക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ശരി. അങ്ങനെ ഒരു ബംഗാളിനെ വെച്ചു. അവൻ 800 രൂപ കൂലി കൊടുത്ത് ബംഗാളിനെ വെച്ചു, കോഴീനെ നന്നാക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് അവനെ വെച്ചു. ഇയാളോട് പറഞ്ഞു, നീ രണ്ടുപേരും കൂടി പുറത്ത് പോയി ഡ്യൂട്ടി പേഡ് ഷോപ്പിൽ നിന്ന് നല്ല മണമുള്ള സ്പ്രേ ഒക്കെ മേടിച്ച് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് മൂപ്പർ ഒരു ദിവസം അതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അപ്പോഴേക്കും ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞു, ഇതുവരെ ആദ്യരാത്രി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്നെ ഇതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് കൊമ്പിൻ്റെ മേത്തൊക്കെ അടിച്ചു, അവളുടെ മേത്ത് അടിച്ചു, റൂമിൽ വയ്ക്കുന്ന റൂം സ്പ്രേ കൊണ്ടുവന്നു, എല്ലാം നല്ല മണമാക്കി കൊണ്ടുവന്ന് ഇയാൾ ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ട് ഈ മണത്തിൻ്റെ ഒക്കെ മുകളിലാണ് കോഴിയുടെ മണം നിൽക്കുന്നത്. അവള് പറഞ്ഞു ശരിയായിട്ടില്ല ചേട്ടാ, നടക്കില്ല. ഇപ്പോഴും നിങ്ങളിപ്പോൾ ഈ വന്നോട് കൂടിയിട്ട് നിങ്ങളുടെ അടിച്ച സ്പ്രേയുടെ മണമൊന്നും ഇവിടെ ഇരുന്ന് ഒന്നുമല്ല. അത്ര നിങ്ങളെടുത്ത് പൂശിയാലും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വേറെ മണം എനിക്ക് വരുന്നു, കോഴിയുടെ മണം വരുന്നത്. ഇപ്പോൾ ഇയാൾ പറഞ്ഞേ ഇത്രയും പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ആകെ 3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാത്തിരിക്കണം എന്നാണോ പറയുന്നത്? കാത്തിരിക്കണം. നിങ്ങളിപ്പോൾ കോഴീനെ വെട്ടാൻ ഒരാളെ ഏൽപ്പിച്ചല്ലോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ദിവസം കുളിച്ച് 2 നേരം 3 നേരമൊക്കെ കുളിച്ച് അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പോത്ത് കിടക്കണ പോലെ ഞാൻ പോയി കാലത്തോട്ട് വൈകുന്നേരം വരെ ഞാൻ കുളത്തിൽ കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പണിത് ഇവിടെ ഞാൻ കിടക്കാം. ഇനിയിപ്പോൾ നിന്നൊന്ന് പരിപാടി ചെയ്യാനായിട്ട് അതാനി വേറെ വഴിയില്ല. ഇല്ലാത്ത കാശൊക്കെ മുടക്കിയുള്ള സ്പ്രേ കൊണ്ടുവന്ന് തെളിച്ച് വന്നിട്ടും പോരാ, നിനക്ക് ഇനിയും എന്നെ പരിപാടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവൾ പറയണ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ടാണ് തോർന്നത്. അപ്പോൾ പറഞ്ഞു എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റിലെ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്ന് തോരണം. അതിലെന്ത് ഇന്ത്യൻ ക്ലോസറ്റിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഴുന്ന തീട്ടം നമ്മുടെ വെള്ളത്തിലേക്കല്ല വീഴുക, അത് അപ്പുറത്തേക്കാണ് വീഴുക, അവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകി പൊക്കോളും. യൂറോപ്യൻ ക്ലോസറ്റിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വീണ് നിങ്ങളുടെ ഇവിടേക്ക് തന്നെയാണ് തെറിക്കുക, നിങ്ങളുടെ നമ്മുടെ ലിംഗത്തുമ്പലിക്കും മറ്റുള്ളവർക്ക് ഇത് തെറിക്കുക. പിന്നെ അത് എത്ര കഴുകി കഴിഞ്ഞാലും തീട്ടത്തിൻ്റെ മണം ഉണ്ടാവുന്നു. ഇവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന അന്ന് തന്നെ ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റ് ഇല്ലാത്തതാണ് ഇന്ത്യൻ ക്ലോസറ്റ് അവിടെ പണിയിച്ചു. എന്നിട്ട് പിന്നെ ഇതൊരു കാരണം കൂടി പറയുന്നത്, ഇയാൾക്കാകെ തലയ്ക്ക് പിടിച്ചു. കല്യാണം കഴിച്ചത് വലിയൊരു അബദ്ധമായിട്ട് മാറിയെന്ന് തോന്നി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരവും ഇല്ല, കയ്യിലുള്ള കാശും ചിലവാവുക, മനുഷ്യനാകെ നാണക്കേടാവുക, മാനമുള്ളതൊക്കെ പോയി. ഇങ്ങനെയാണോ പെണ്ണുങ്ങൾ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. വീട്ടിലാച്ചെങ്കിൽ ഒരു പണിയും ചെയ്യില്ല. കോഴീനെ ആച്ചെങ്കിൽ പൊരിച്ച് കോഴീനെ തിന്നുകയും ചെയ്യും. കോഴീനെ മണം മാത്രം പിടിക്കില്ല. കോഴീനെ പൊരിച്ചതൊക്കെ വലിയ കഷ്ണമാക്കിയിട്ടൊക്കെ മൂപ്പര് 3 നേരം കോഴീനെ വേണം. അതിലൊന്നും മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ആയപ്പോൾ വലിയ ബുദ്ധിമുട്ടായി ആൾക്ക്. അത് പിന്നെ ആകെ അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാണ്ടായി, വഴക്കായി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ വഴക്കാവാണ്ടിരിക്കുമല്ലോ. ഈ പരിപാടിക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആണുങ്ങൾക്ക് ദേഷ്യം വരും, ആണുങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും, ലാസ്റ്റ് ഡൈവോഴ്സിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങാമെന്ന് മനസ്സിലായി ആൾക്ക്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥമായുള്ളൊരു സംഭവം ഉണ്ടാവുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ ഇതുപോലെ തന്നെ കോഴീനെ മേടിക്കാനായിട്ട് പുറത്ത് പോയിരിക്കുക. ഇയാൾ മേടിച്ച് വന്നേക്കിയപ്പോൾ ഇവിടെ ആരും കാണാനില്ല. ഇയാളുടെ അമ്മയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീക്ക് പോയിക്കുക, വീട്ടിൽ ഇവള് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ കോഴിക്കടയിൽ ആരും കാണാനില്ല, ബംഗാളിനെ കാണാനില്ല. ഇയാളങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ബംഗാളിയായിട്ട് ഇയാളുടെ ഭാര്യ നല്ല പരിപാടിയാണ്. ഇത് കണ്ടോട് കൂടിയിട്ട് ഇയാളുടെ സകല സമനിലയും തെറ്റി. സമനില തെറ്റാന്ന് മാത്രമല്ല, ഇവള് അങ്ങനെ ബംഗാളിനെ അപ്പം തന്നെ അടിച്ചു. എന്നിട്ട് ഇവളെ പിടിച്ച് തലയ്ക്ക് കുത്തി പിടിച്ചിട്ട് അവളെ തല പിടിച്ചിട്ട് ചെമ്പരുമ്പോൾ 4 ഇട്ടിയ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ നിനക്ക് കോഴിയുടെ മണമെന്ന് പറഞ്ഞ് ഇതുപോലെയൊക്കെ ചെയ്തു. ഈ കോഴി വെട്ടണമെന്ന് തന്നെയല്ലേ ഈ ബംഗാളിക്ക് നിനക്ക് മണമില്ല അല്ലേ?
അവൻ കോഴിയുടെ ചോരയല്ല അവൻ്റെ കൈമ കോഴിയുടെ ചോര വരെ ഉണ്ടായിരുന്നല്ലോ, അതുവരെ കളയാണ്ടല്ലേ അവ ഇട്ട ഷർട്ട് വരെ എവിടെ നീ ഊരിയിട്ട് പോകണത്, അതുമ്പോൾ വരെ കോഴിയുടെ ചോരയാണ്. എന്നിട്ട് നിനക്ക് കുഴപ്പമില്ല. അപ്പം നിനക്ക് അവനെ പിടിച്ചു, എന്നെ നിനക്ക് പിടിച്ചില്ല. അപ്പോൾ ഇവള് പറഞ്ഞത് ഒരൊറ്റ വാക്കാണ്, നിങ്ങളെ പിടിച്ചില്ല, ശരി തന്നെയാണ്. നിങ്ങളെ കണ്ടപ്പോൾ ഓരോ പുരുഷന്മാരെ കാണുമ്പോൾ ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെനിക്ക് ആദ്യമേ ഇഷ്ടപ്പെട്ടില്ല, പോരാത്തിന് നിങ്ങളുടെ ഈ മണം കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനെനിക്ക് ഇഷ്ടപ്പെട്ടു, അവൻ്റെ മണമൊന്നും എനിക്ക് ആ നേരത്ത് തോന്നിയില്ല. എന്തായാലും നമ്മളായിട്ടുള്ള ജീവിതം ഇനി നിങ്ങൾ എന്നെ അടിക്കാനും കുത്താനൊന്നും നിൽക്കണ്ട, ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അപ്പം തന്നെ ഡ്രസ്സ് എടുത്ത് അവളുടെ വീട്ടിൽ പോയി. ഒരു കൊല്ലം കഴിയാത്ത കാരണം ഡൈവോഴ്സ് പെട്ടെന്ന് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഡൈവോഴ്സായി. ബംഗാളിനെ അന്ന് തന്നെ തല്ലി ഓടിച്ചു. ഈ ഒരു പാവം ശശിയായി. ഈ ശശി ഇപ്പോഴും കല്യാണം കഴിക്കാണ്ട് ഇനി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോഴി കച്ചവടം ഉള്ളിടത്തോളം കാലം ഇനിയും വരുന്ന പെണ്ണുങ്ങൾ എന്തൊക്കെയാണ് പറയാൻ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശശിയായി ഇപ്പോഴും കോഴി കച്ചവടമായിട്ട് നല്ല രീതിയിൽ പോകണം. മനസ്സമാധാനമുണ്ട് കിടക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്, കല്യാണം കഴിക്കാത്ത കാരണം. അപ്പോൾ ഇത്രയും കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടേതായുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കോഴി കച്ചവടം തുടങ്ങേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ആടിനെ വെട്ടി കച്ചവടം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ തെങ്ങുമ കയറേണ്ടി വരും. അങ്ങനെ പല വൃത്തികെട്ട ജോലികളും, ചിലപ്പോൾ കക്കൂസ ക്ലീൻ ചെയ്യാൻ പോണ ആളായിരിക്കാം, ചിലപ്പോൾ തോട്ടിയായിരിക്കാം. അതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ സഹധർമ്മിണിയായി വരുന്ന സ്ത്രീകൾ അതൊക്കെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മണമായിട്ട് മനസ്സിലാക്കണം. അതൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള ജോലിയായിട്ട് കണക്കാക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത കാലം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.